Hi all, welcome to the second episode and this episode is all about backstitch. സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഹൂപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം. ഹൂപ്പ് ഹാസ് ടു പാർട്സ്, ഇന്നർ സർക്കിൾ ആൻഡ് ആൻ ഔട്ടർ സർക്കിൾ. ഔട്ടർ സർക്കിളിന്റെ മേലെ ഒരു സ്ക്രൂവും കാണും. ആദ്യം ഇന്നർ സർക്കിൾ എടുക്കുക, ഒരു സർഫസിൽ പ്ലേസ് ചെയ്യുക, അതിന്റെ മേലെ ക്ലോത്ത് പ്ലേസ് ചെയ്യുക, അതിന്റെ മേലെ ഔട്ടർ സർക്കിൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മെല്ലെ ഇങ്ങനെ എടുത്ത് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ക്ലോത്തിന് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഹൂപ്പ് സെറ്റാക്കി നെക്സ്റ്റ് നമുക്ക് ഒരു ബേസിക് ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നീഡില് ലൈനിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യുക. ഇപ്പൊ നീഡിൽ പ്ലേസ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീഡിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ക്ലോത്തിന്റെ മേലെ കിട്ടും. നീഡിൽ തിരിച്ച് ഇതുപോലെ എടുക്കുക. മുന്നത്തെ സ്റ്റിച്ചിന്റെ എൻഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും കുത്തി കൊടുക്കുക. ഓരോ സ്റ്റിച്ചും ഈവൻലി സ്പേസ്ഡ് ആയിരിക്കണം, അതായത് ഓരോ സ്റ്റിച്ചിന്റെയും ലെങ്ത് സെയിം ആയിരിക്കണം. ഈ പറഞ്ഞ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എവിടെ തീരുന്നോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻസിന് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ട പോലെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കാൻ പറ്റും. മെയിൻ ആയിട്ടും ആൽഫബറ്റ്സ് ആണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഫാബ്രിക്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും കൂടെ പറ്റും. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഹൂപ്പ് തിരിച്ചു വെക്കുക. ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ നീഡിൽ പ്ലേസ് ചെയ്യുക. ബേസിക്കലി നമ്മൾ ത്രെഡ് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു കെട്ടിടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്പേസിലെ കൂടെ നീഡിൽ എടുത്തിട്ട് ഒരു കെട്ട് അവിടെ ഇട്ട് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ഊരിപ്പോവില്ല. എവിടെയൊക്കെ സ്റ്റിച്ച് എൻഡ് ചെയ്താലും ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഫൈനലി സിസർ വെച്ച് ഈ ത്രെഡ് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇട്ട കെട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്യണം. അപ്പം ഇതാണ് ബാക്ക് സ്റ്റിച്ച്. ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിലോട്ട് പോവാം. നമ്മുടെ ഡിസൈനിൽ ആൽഫബറ്റ്സ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തു നോക്കാം. നമ്മൾ ഡെമോ ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, പക്ഷെ ആൽഫബറ്റ്സ് ആവുമ്പം കുറെ തിരിവും വളവും ചെരിവും ഒക്കെ കാണും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ആ ഔട്ട്ലൈനിൽ കൂടെ നീഡിൽ പാസ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ആൽഫബറ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. സോ ഇത്രയാണ് ബാക്ക് സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എംബ്രോയ്ഡറി പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക, എന്നാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് കവർ ചെയ്യുന്നത്. സോ ഫൈനലി നമ്മുടെ ആൽഫബറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫബറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ആൽഫബറ്റ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എപ്പിസോഡിൽ സ്റ്റെം സ്റ്റിച്ച് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.